ആതിര ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ റബ്ബർ ടാപ്പിങ്ങിനായി രാവിലെ 4:30 ആയപ്പോൾ ഇറങ്ങി. അങ്ങനെ ഞാനും ചേട്ടനും കൂടെ വണ്ടിയിൽ പോവുകയാണ്. രാവിലെ നല്ല തണുപ്പും ഉള്ള കാലാവസ്ഥ ഇന്ന്. അപ്പം ഇന്ന് കുറച്ച് ദൂരമുണ്ട് ഇവിടെ നിന്ന് തോട്ടത്തിലേക്ക് പോകാൻ തന്നെ. നമ്മുടെ നാട്ടിലൊക്കെ റബ്ബർ ടാപ്പിംഗ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോ എടുക്കാൻ എനിക്ക് വേറെ ആരുമില്ല. അപ്പം ഞാൻ ഒറ്റയ്ക്ക് നിന്നാണ് ഈ വീഡിയോ ഒക്കെ ഒരു കയ്യിൽ ഫോണും പിടിച്ച് ഒരു കയ്യിൽ കത്തിയും വെച്ച് വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഇങ്ങനെ മരത്തിലിങ്ങനെ റബ്ബർ ടാപ്പിംഗ് ചെയ്ത് കറ വരുന്നതാണ് ഇപ്പോൾ കാണുന്നത്. മരത്തിൽ ആ തടിയിൽ തട്ടാതെ നമ്മളതിൻ്റെ തൊലിയാണ് ചീകിയെടുത്ത് ആ കറ വരുത്തുന്നത്. കറ പാല് പോലെയാണ് ഇരിക്കുന്നത്, പാലിൻ്റെ കളറാണ്. നമ്മൾ പാലെന്ന് തന്നെ പറയണം, റബ്ബർ പാല് എന്നാണ് പറയുന്നത്. അതും ഈ വെളുപ്പാൻ രാവിലെ ആയതുകൊണ്ട് ലൈറ്റൊക്കെ വെച്ച് കെട്ടിയാണ് ഒന്നാതെ ഇരുട്ടും കൂടെ, വെളിച്ചമൊന്നും ഇല്ലാത്തതുകൊണ്ട് ലൈറ്റിൻ്റെ പ്രകാശത്തിലാണ് ഈ വീഡിയോ എടുക്കാൻ തന്നെ പറ്റുന്നത്. നല്ല ക്ലിയർ ആവാൻ ചാൻസ് കുറവാണ്, എന്നാലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നത് കണക്ക് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. നമുക്കിത് ഒരു ദിവസം ഇതിനെ ഈ റബ്ബർ ടാപ്പിങ്ങിനെ കുറിച്ച് നല്ലൊരു വിശദീകരിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. ഇതുപോലെ അതിൻ്റെ തൊലിയാണ് നമ്മൾ ചീകിയെടുക്കുന്നത്. തടി തട്ടാതെ തൊലി ചീവിയെടുക്കുമ്പോഴാണ് ആ കറ ഇങ്ങനെ ഒലിച്ച് വന്ന് ആ ചിരട്ടയിൽ വീഴുന്നത്. പ്ലാസ്റ്റിക് ചിരട്ടയാണ് അപ്പോൾ അതിൽ വീഴുന്നത്. പാതി മരം വെട്ടി തീർന്നപ്പം എൻ്റെ കത്തിയും പിടിയും കൂടെ ഊരിപ്പോയി. പിന്നെ അവസാനം അത് രണ്ടും കൂടെ ഒരു മൽപ്പിടുത്തമായിരുന്നു, എന്ത് ചെയ്യണമെന്ന് വിചാരിച്ച്. അവസാനം അതിന് കത്തിയും പിടിയും കൂടെ എടുത്തുകൊണ്ട് പോയി കല്ലിലൊക്കെ ഇട്ട് ഇടിച്ച് ഉറപ്പിച്ചൊക്കെ എടുത്ത്. അങ്ങനെ രാവിലെ അങ്ങനെ എനിക്കൊരു അബദ്ധമെന്നല്ല പറയാം, ഒരു പണി കിട്ടി. രാവിലെ നല്ലൊരു പണിയും കിട്ടി. ഇപ്പോൾ നേരം വെളുത്ത് വന്നപ്പോൾ കണ്ടില്ലേ, ഇതുപോലെയാണ് കറ വരുന്നത്, തടിയിലൊന്നും തട്ടാതെ കറ എടുക്കുന്നത്. 7:10 ആയപ്പോൾ എൻ്റെ റബ്ബർ ടാപ്പിങ് ഞാൻ കഴിഞ്ഞ് ഞാനും ചേട്ടനും വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് കാപ്പിയൊന്നും ഇല്ലായിരുന്നു, കാപ്പി ഉണ്ടാക്കാൻ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് രാവിലെ തന്നെ ചോറ് വെച്ചിട്ട് പാത്രങ്ങളെല്ലാം വാരി കഴുകിയൊക്കെ അടുക്കിയൊക്കെ വെച്ചിട്ട് നേരെ വീണ്ടും പാലെന്ന് വെച്ചാൽ റബ്ബർ കറ എടുക്കാനായിട്ട് വീണ്ടും തിരിച്ച് ഞാനും ചേട്ടനും കൂടെ ഇറങ്ങി. ഞാനും ചേട്ടനും കൂടെ ഒരു തോട്ടത്തിലെ പാലെല്ലാം എടുത്ത് വീത്തി ഷീറ്റിനുള്ളതാക്കി വെച്ച ശേഷം രണ്ടാമത്തെ തോട്ടത്തിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ തോട്ടത്തിൽ പോകുന്ന വഴിയാണെങ്കിൽ ഒരു തോടൊക്കെ ഉണ്ട്. തോടെന്ന് വെച്ചാൽ അരുവി എന്നൊക്കെ പറയും. അപ്പോൾ ഒരു തോടിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മളെ അടുത്ത തോട്ടത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്, ഈ തോട് കാണാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഈ പ്രദേശത്താണെങ്കിൽ ആറും തോട് പിന്നെ വയൽ ഏരിയയാണ്. ഇവിടെ കൃഷി വളരെ കുറവാണെങ്കിലും വയൽ ഏരിയയാണ്. ഭയങ്കര തണുപ്പുള്ള സ്ഥലമാണ് നമ്മളെ ഏരിയ. ഏറ്റവും കൂടുതൽ ഇവിടെ കൃഷി ചെയ്യുന്നത് വാഴ കൃഷി, ചീര കൃഷിയും കപ്പ കൃഷിയാണ് ഇവിടെ ഏറ്റവും കൂടുതലും കൃഷി നടക്കുന്നത്. അങ്ങനെ നമ്മൾ തോട്ടത്തിലെത്തിയിട്ട് ഷീറ്റ് വരെ പോയി 3 ബക്കറ്റും എടുത്ത്, ഇച്ചിരി മേലോട്ടാണ് ഷീറ്റ് വരെ പോയി 3 ബക്കറ്റും എടുത്ത് ഞാൻ ഇറങ്ങി വന്ന് അവിടെ മൊത്തം ഇപ്പം ഉണക്കായി വരണോണ്ട് കരിയില മൊത്തവും വീണ് കിടക്കുകയാണ്. അപ്പം നല്ല ചറുക്കി ഒരു ദിവസം ഞാൻ അതിൽ ചവിട്ടി വീഴുകയും ചെയ്തു, ഷീറ്റും കൊണ്ടുവന്ന് അവിടെ വീഴുകയും ചെയ്തു. നല്ല ചറുക്കലാണ് ഈ സമയത്ത്. അങ്ങനെ ഇറങ്ങി വന്ന് ഈ ബക്കറ്റും കൊണ്ട് ഒരു ബക്കറ്റ് എടുത്ത് ഞാൻ റബ്ബർ കറ എടുക്കുന്നതെന്ന് വെച്ചാൽ ചിരട്ടയിലിരിക്കുന്ന ആ പാലെടുത്ത് നമ്മൾ ഈ ബക്കറ്റിൽ വീത്ത് അത് കൈ കൊണ്ട് വടിച്ച് വീത്തണം. പക്ഷേ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് എനിക്കത് കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ അങ്ങനെ എല്ലാ മരത്തിലും പോയി പാലെടുത്തിട്ടാണ് നമ്മൾ കറ ശേഖരിച്ച് ഷീറ്റ് വരെ കൊണ്ടുപോയി ഷീറ്റിനുള്ള ഉറ വീത്തി വയ്ക്കുന്നത്. അതിനുശേഷം ഞാനും ചേട്ടനും കൂടെ എൻ്റെ വീട്ടിൽ കയറി വന്ന്, ചേട്ടൻ അവിടെ എൻ്റെ വീട്ടിലാണെങ്കിൽ 3 വാഴ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പം 3 വാഴയിലും കൊല വന്ന സമയത്ത് ഒരു വാഴയാണെങ്കിൽ അതിൻ്റെ കൊലയുടെ വെയിറ്റ് കൊണ്ട് മറിഞ്ഞ് വീണായിരുന്നു. പിഞ്ചായി
പൊടിഞ്ഞു പോയി. അങ്ങനെ ഞാനും ചേട്ടനും കൂടെ രണ്ട് തൂണൊക്കെ വെട്ടിക്കൊണ്ട് വന്ന് വാഴയ്ക്ക് 2 തൂണും ഇട്ട ശേഷം നമ്മൾ തിരിച്ചിറങ്ങി വന്നപ്പം മുറ്റത്ത് ഒരു തള്ളപ്പൂച്ച 3 പൂച്ചക്കുട്ടികളെയും കൊണ്ട് കിടക്കണ കണ്ടപ്പോൾ എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ട്. അങ്ങനെ ഞാനും ചേട്ടനും വീട്ടിൽ വന്ന ശേഷം ചേട്ടൻ പോയി കുറച്ച് മലക്കറിയും 2 തേങ്ങയും കൂടെയൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ വിചാരിച്ച് തട്ടിക്കൂട്ടി സാമ്പാർ വയ്ക്കാമെന്ന് വിചാരിച്ച് വളരെ കുറച്ച് മലക്കറി എടുത്തോളൂ. വളരെ കുറച്ച് മലക്കറി എടുത്ത് പെട്ടെന്ന് അരിഞ്ഞ് പറക്കി കുക്കറിലാക്കാമെന്ന് വിചാരിച്ച്. കുക്കറിലാണെങ്കിൽ അവിടെ ഇരുന്ന് വിസിലടിച്ച് അത് വെന്ത് കിട്ടുമല്ലോ. അതുകൊണ്ട് ആ സമയം കൊണ്ട് നോക്കിയപ്പോൾ കുറച്ച് തോരൻ പരിപ്പ് സാമ്പാർ പരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനെയും കഴുകി ഞാൻ വെളിയിലത്തെ അടുപ്പിൽ വെച്ച്. അപ്പോൾ ഇത് രണ്ടും ഞാൻ പ്രത്യേകിച്ച് വെച്ചാണ് വേവിക്കുന്നത്. കഷ്ണങ്ങൾ പ്രത്യേകിച്ച്, തോരൻ പരിപ്പും പ്രത്യേകിച്ചാണ് വേവിക്കുന്നത്. അങ്ങനെ അതും വേവിച്ച് അതിരുന്ന് വേവണ സമയം കൊണ്ട് പെട്ടെന്ന് കുക്കറിലിരുന്ന് ഇതും വേവുമല്ലോ. അങ്ങനെ നോക്കിയപ്പോൾ 12:30. ഇന്നാണെങ്കിൽ കാപ്പി പോലും ഇല്ലാത്ത ദിവസം വരുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് വേവിക്കാം. നല്ല വിശപ്പായി എല്ലാവർക്കും. അങ്ങനെ പെട്ടെന്ന് വേവിക്കുകയാണ്. മലക്കറിയിൽ കുറച്ച് വഴുതനങ്ങ ഇടണം. അപ്പോൾ ആ വഴുതനങ്ങ എടുത്ത് ഉപ്പേരി വയ്ക്കുക. നമ്മൾ വിഴുക്കെന്നാണ് പറഞ്ഞത്. അപ്പോൾ വിഴുക്ക് വയ്ക്കാനുള്ള ഇതിനെ പെട്ടെന്ന് അരിഞ്ഞ് ആ വഴുതനങ്ങേനെ അവസാനം ഞാൻ അതിനെ കുറച്ച് വെള്ളം വീഴ്ത്തി നന്നായിട്ട് ഞവടി കഴുകിയെടുക്കും. എന്തിനാണ് പറയുന്നത്, അതിൻ്റെ അരി ഒന്ന് പോയി കിട്ടാൻ വേണ്ടി. അതിനൊരു വല്ലാതെ ചൊവ്വയാണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അതിനെ വെള്ളത്തിയിട്ട് ഞവടി അതിനെ വാരി പിഴിഞ്ഞ് ഒരു ചെറിയ ഇരുമ്പ് ചട്ടിയിൽ വാരി വെച്ച്. ആ സമയം കൊണ്ട് നമ്മൾ കുക്കറിലിരുന്ന കഷ്ണങ്ങളെല്ലാം വെന്തായിരുന്നു. ആ സമയത്ത് പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ ഇട്ട് മിക്സാക്കി കുറച്ച് പുളിവെള്ളം കൂടെ പിഴിഞ്ഞ് അതിൽ തന്നെ വീഴ്ത്തി ഗ്യാസ് അടുപ്പിലോട്ട് വെച്ച് ഒന്ന് തിളക്കട്ടെ. നന്നായി ഒന്ന് വെട്ടി തിളപ്പിച്ച ശേഷം കുറച്ച് കായപ്പൊടിയും ഇട്ട് ഒന്ന് വേവിച്ച് ഒന്നും കൂടെ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടി ഒന്ന് തിളപ്പിച്ചെടുത്ത്, എന്നിട്ട് സാമ്പാർ പൊടി അതും കൂടെ കുറച്ച് തട്ടിയിട്ട് ഇട്ടിട്ട് നന്നായി വെട്ടി തിളപ്പിച്ച ശേഷം ഞാൻ മറ്റേ വേവിച്ച് വെച്ച പരിപ്പില്ലേ, തോരൻ പരിപ്പിലോട്ട് കഷ്ണങ്ങളും അരപ്പും എല്ലാം കൂടെ മിക്സാക്കിയത് കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുത്തു. ഒഴിച്ച ശേഷം അതിലിരുന്ന് നമ്മളെ ഈ തോരൻ പരിപ്പ് അതിൽ ആ എരിയും പുളിയൊക്കെ പിടിക്കാൻ വേണ്ടി ഒന്ന് തിളപ്പിക്കണം. അതും ഒന്ന് തിളപ്പിച്ച ശേഷം അപ്പോഴും ചേട്ടൻ പറഞ്ഞു ഒരു ബീട്രൂട്ട് തോരനും കൂടെ വയ്ക്കുമോ എന്ന് ചോദിച്ചു. മലക്കറിയിലും ബീട്രൂട്ട് ഉണ്ടാകുമെന്ന് ചോദിച്ചപ്പം ഞാൻ നോക്കിയപ്പോൾ 2 ബീട്രൂട്ട്, ചെറിയ ബീട്രൂട്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് തോരൻ വയ്ക്കാനായിട്ട് ഞാൻ അതിനെ എടുത്ത് വെള്ളത്തിലിട്ട് അതും കൂടെ തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ച് അതും കൂടെ വെള്ളത്തിലിട്ട് അങ്ങോട്ട് മാറ്റി വെച്ച്. അങ്ങനെ കടുക് താളിക്കാനുള്ള തയ്യാറെടുപ്പാണ്. സാമ്പാറിലേക്ക് കടുക് താളിക്കാൻ വേണ്ടി അങ്ങനെ അതിനുള്ള തയ്യാറെടുപ്പാണ്. അതിന് വേണ്ടിയാണ് ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞ ശേഷം ഗ്യാസിൽ തന്നെ നമ്മൾ പെട്ടെന്ന് കടുക് താളിക്കാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ചട്ടിയൊക്കെ വെച്ച് വെളിച്ചെണ്ണയുടെ വില അറിയാമല്ലോ. അതുകൊണ്ട് വലുതായിട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല. നമ്മൾ പാം ഓയിലാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ പാം ഓയിലും വീത്തി കടുക് താളിച്ച് അതിലേക്ക് ഒഴിക്കാനുള്ള തയ്യാറെടുപ്പാണ്. നമ്മുടെ ഇരുമ്പിച്ചട്ടി കണ്ടിട്ട് ഇനി ആരും വൃത്തിയില്ല, പാത്രം കൊള്ളത്തില്ല എന്നൊന്നും പറഞ്ഞ് ആരും കമൻ്റ് ഇടരുത്. കാരണം നമ്മളെ വീട്ടിലെ സ്ഥിതി ഇങ്ങനെയാണ്. നമുക്കിങ്ങനെയുള്ള ഇതുപോലെയുള്ള പാത്രങ്ങളും കൂടിയ പാത്രങ്ങളൊന്നും വാങ്ങിക്കാനുള്ള സ്ഥിതിയില്ല. കാരണം നമ്മൾ അന്നുള്ള ദിവസങ്ങളിൽ ജോലിക്ക് ഇറങ്ങിപ്പോയാലേ നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അതൊന്നും മനസ്സിലാക്കണം. എല്ലാവരും ഒന്ന് മനസ്സിലാക്കണേ. നമ്മളെ വീട്ടിലെ സ്ഥിതി നമുക്കേ അറിയാവൂ. ഞാനും ചേട്ടനും ജോലിക്ക് ഇറങ്ങിപ്പോയാലേ നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ നടക്കൂ. അതൊന്നും എല്ലാവരും മനസ്സിലാക്കണേ. അങ്ങനെ സാമ്പാറിന് കടുകും താളിച്ച് അതും മാറ്റി വെച്ച് ശേഷം നമ്മൾ ഉപ്പേരിക്കുള്ള അരിഞ്ഞു വെച്ചതെല്ലാം കൂടെ ചട്ടിയിലാക്കിയതെല്ലാം കൂടെ അടുപ്പിലാക്കാൻ പോവുകയാണ്. അതിൽ കുറച്ച് വെള്ളം കയ്യിൽ കുടഞ്ഞു കൊടുത്താൽ മതി. ആ വെള്ളം വീത്തി അടുപ്പിലോട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാവണ സമയം കൊണ്ട് നമുക്ക് ബീട്രൂട്ട് ചെത്തിയെടുക്കാം. വെള്ളത്തിലിട്ട് വെച്ചാൽ അതൊന്ന് ചെത്തിയെടുത്ത ശേഷം അതിനെ നമുക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാന്ന് വെച്ചാൽ വലിയ കഷ്ണമായിട്ട് ഞാൻ അരിഞ്ഞെടുക്കുകയാണ്. വലിയ കഷ്ണമായിട്ട് അരിഞ്ഞെടുത്ത ശേഷം ഇതുപോലെ വലിയ കഷ്ണമായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. അരിഞ്ഞെടുത്ത ശേഷം നമുക്കുള്ള ചോപ്പറുണ്ടല്ലോ, ചോപ്പറിലോട്ടിട്ട് 2 വലി എന്ന് വെച്ചാൽ എന്ന് പറയുമ്പോൾ 2 വലി പെട്ടെന്ന് വലിച്ചെടുക്കണം. വലിച്ച് പൊടിയായിട്ട് അരിയണേയും കാട്ടി എളുപ്പമാണ് നമുക്ക് ഈ ചോപ്പറിൽ ചെയ്യുന്നത്. അങ്ങനെ ചോപ്പറിലോട്ടിട്ട് 2 വലിച്ച ശേഷം ഞാൻ അതിനെ നമ്മളെ കടുവറുത്ത പാത്രം
ഉണ്ടായിരുന്നല്ലോ, കടുക് വറുത്ത ആ ചട്ടിക്കകത്തോട്ട് തന്നെ ഈ ചോപ്പറിലിട്ട് വലിച്ച് അതിലോട്ട് തന്നെ തട്ടിയിടും. അതിലോട്ട് തട്ടിയിട്ട് അതിൽ ഞാൻ എണ്ണേര ചെറിയതുണ്ടല്ലോ, എണ്ണേര ഇതുള്ളത് കൊണ്ടാണ് ഞാൻ അതിലോട്ട് ഇട്ടത്. കഴിയതൊന്നുമില്ല. അതിലോട്ട് ഇട്ട് തന്നെ പെട്ടെന്ന് വയ്ക്കാമെന്നുള്ള എളുപ്പവഴി. കാരണം വേറെ ഒന്നുമില്ല, എല്ലാവർക്കും വിശപ്പായി തുടങ്ങി. നമുക്ക് എങ്ങനെയെങ്കിലും നമുക്കത് പെട്ടെന്ന് വേവിച്ചെടുക്കണം എന്നേ ഉള്ളൂ. ആ സമയം കൊണ്ട് നമ്മൾ ഉപ്പേരിയൊക്കെ ഞാൻ ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് റെഡിയാക്കി വെച്ചേക്കാണ്, അതൊന്ന് വെന്ത് വരാൻ വേണ്ടി. ആദ്യം ഒരു ട്രിപ്പ് ചോപ്പറിലിട്ട് വലിച്ച് അത് തട്ടിയിട്ട്, രണ്ടാമത്തത് കുറച്ചേ ഉള്ളായിരുന്നു, അതും കൂടെ അതിലോട്ട് തട്ടിയിട്ട് ഇങ്ങനെ ചോപ്പറിലിട്ട് വലിച്ചുകൊണ്ട് വന്നപ്പോൾ അതിൻ്റെ അടപ്പടഞ്ഞില്ല. അങ്ങനെ അത് പെട്ടെന്ന് ഇളകി വന്നു. പിന്നെ രണ്ടാമതും അതിനെയൊക്കെ ഇറുക്കിയൊക്കെ അടച്ച് പെട്ടെന്ന് വലിച്ചൊക്കെ സെറ്റാക്കി എടുത്ത് ഞാൻ. അങ്ങനെ കണ്ട നമ്മുടെ ഉപ്പേരി എന്ന് പറയത്തില്ല, വിഴുക്ക്, നമ്മൾ വിഴുക്കെന്ന് പറയും. അപ്പോൾ വിഴുക്കിന് ഇനി വെളിച്ചെണ്ണയില്ല. അപ്പോൾ പാം ഓയിൽ തന്നെ, വെളിച്ചെണ്ണയെ വായിൽ വരുന്നുള്ളൂ. അപ്പോൾ പാം ഓയിലും കുറച്ച് വീഴ്ത്തി, പിന്നെ കുറച്ച് ഉപ്പെന്ന് വെച്ചാൽ എൻ്റെ കൈയളവിനാണ് എനിക്ക് അറിയാമെന്നുള്ളത്. അപ്പം അതിൻ്റെ ആവശ്യമായ ഉപ്പും ഇട്ട് കുറച്ച് ഇടിച്ച മുളകുണ്ടായിരുന്നു, ചതച്ച മുളകെന്ന് പറയും, ചതച്ച മുളകും അതും കൂടെ ഒന്ന് വിതറി കിണ്ടി ആ എണ്ണയിൽ കിടന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിച്ചെടുത്ത് തട്ടിപ്പൊത്തിയൊക്കെ എടുത്ത് അതിനെ റെഡിയാക്കി വെച്ച്. അപ്പം അതും റെഡിയാക്കിയ ശേഷം പിന്നെ തോരൻ വയ്ക്കാൻ പെട്ടെന്ന് ഞാൻ തിരികെയെന്ന് ചെയ്ത് തേങ്ങ തിരുവിയില്ലായിരുന്നു. പിന്നെ തേങ്ങ എടുത്തുകൊണ്ടൊന്ന് പൊട്ടിച്ച് തേങ്ങയൊക്കെ തിരുവി, കുറച്ച് തേങ്ങയും തിരുവി പെട്ടെന്ന് ഞാൻ മിക്സിയിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ജീരകവും കൂടെ ഇട്ട്, ഞാൻ മഞ്ഞൾപ്പൊടിയും ജീരകമൊക്കെ ഇടുകയുള്ളൂ, പച്ചമുളകൊന്നും ഞാൻ ഇട്ടില്ല. പെട്ടെന്ന് അതും ഇട്ട് മിക്സിയിലോട്ട് വെച്ച് അരച്ചെടുത്ത്. മിക്സിയെന്ന് വെച്ചാൽ നമ്മളെ മിക്സി കണ്ടിട്ടൊന്നും തോന്നല്ലേ, നമ്മളെ മിക്സി പഴയ മിക്സിയാണ്. അപ്പം നമുക്ക് എന്തിനാണ് പറയുക, നമ്മളെ വീട്ടിൻ്റെ സൗകര്യം എങ്ങനെയാണ്, തറയിലൊക്കെ വെച്ച് നമുക്ക് അരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പം തറയിൽ തട്ടൊന്നുമില്ല. അപ്പം അങ്ങനെ വെച്ചാണ് നമ്മൾ അരച്ചെടുത്ത്. ആ അരപ്പിനെ എല്ലാത്തിനെയും കൂടെ ഞാൻ ഈ അരിഞ്ഞു വെച്ച ബീട്രൂട്ടിലേക്ക് തട്ടിയിട്ട് അതൊന്ന് നന്നായി ഞവിടി, നമ്മളവിടെ ആ കളി നന്നായിട്ട് ഞവിടി അങ്ങോട്ട് സെറ്റാക്കി, കുറച്ച് വെള്ളം എടുത്ത് കയ്യിൽ പറ്റിയ ആ കൈ ഇത്തിരി നനച്ച് അതിലോട്ട് വീഴ്ത്തി നേരെ കൊണ്ടുവന്ന് അടുപ്പിലോട്ട് വെച്ച് അതിനെ തട്ടിപ്പൊത്തിയൊക്കെ എടുത്ത് അടുപ്പിലോട്ട് തന്നെ വെച്ച് സെറ്റാക്കി. ഇത്തിരി നേരം അടുപ്പിൽ കിടന്നപ്പോൾ തന്നെ അത് വെന്ത് അതിന് അവസാനം കുറച്ച് വെളിച്ചെണ്ണയെന്നേ വായിൽ വരുന്നുള്ളൂ, പാം ഓയിലും വീഴ്ത്തി കുറച്ച് കരിയേപ്പിലയും ഇട്ട് കിണ്ടിയെടുത്ത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിച്ച് കിണ്ടിയെടുത്ത് നമ്മൾ അങ്ങനെ ബീട്രൂട്ട് തോരൻ സൂപ്പറാക്കി എടുത്ത്. ബീട്രൂട്ടിൻ്റെ കളർ തന്നെ അങ്ങ് മാറിപ്പോയി, ഇത് കണ്ടാൽ മനസ്സിലാവുമോ എന്തോ. അപ്പം അതും റെഡിയാക്കി വെച്ച ശേഷം നമ്മളെല്ലാവരും കൂടെ ചോറ് കഴിക്കാൻ പോവുകയാണ്. ഇത്തിരി ചോറും സാമ്പാർ, തോരൻ, വിഴുക്കും കൂട്ടി നല്ലൊരു ഊണ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ചാനലൊന്ന് സപ്പോർട്ടും ചെയ്യണേ.